ഒരുമിച്ച് ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൈ ഉയർത്തി ഒരു നിമിഷം. വിവിധ പ്രശ്നങ്ങൾക്കകത്ത് നിൽക്കുന്നവരാണ്. കൈ ഉയർത്തി എല്ലാവരും വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ്. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മീഡിയ മിനിസ്ട്രിയിലൂടെ ഞങ്ങളെ കാണുന്ന, ചർച്ചിനെ കാണുന്ന, സന്ദേശങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പേര് പോലെ ഇന്നൊരു മിറക്കിൾ അവരുടെ വീട്ടിൽ ഇറങ്ങി ചെല്ലട്ടെ. ഇന്നൊരു മിറക്കിൾ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾക്കകത്ത് ഇറങ്ങി ചെല്ലട്ടെ. ഇന്നൊരു മിറക്കിൾ അവരുടെ രോഗങ്ങളുടെ അവസ്ഥയ്ക്കകത്ത് ഇറങ്ങി ചെല്ലട്ടെ. ഇന്നൊരു മിറക്കിൾ അവരുടെ കുടുംബ ജീവിതത്തിനകത്ത് ഇറങ്ങി ചെല്ലട്ടെ. അവരനുഭവിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിനകത്ത് പരിഹാരം സംഭവിച്ചതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ മാറട്ടെ, മുഴകൾ അപ്രത്യക്ഷമായി തീരട്ടെ, പനി ഇപ്പോൾ വിട്ടുമാറട്ടെ, കടഭാരം വിട്ടുമാറട്ടെ, ശാരീരിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറട്ടെ, കടത്തിൻ്റെ ഭാരം ഭവനത്തിനകത്തുനിന്ന്, മനസ്സിനകത്തുനിന്ന് ഇപ്പോൾ വിട്ടുമാറിയതിനായി ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനപ്രയാസങ്ങൾ മാറിപ്പോകട്ടെ, ഡിപ്രഷൻസുകൾ മാറിപ്പോകട്ടെ, ലഹരിയുടെ വ്യാപാരങ്ങൾ കുട്ടികളുടെ മേൽ അത് അസഹനീയമായ വേദനയിൽ തുടരുന്ന കുടുംബങ്ങൾ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ. ക്രിസ്തു മൂലമുള്ള സ്വാതന്ത്ര്യം അവരുടെ വീടിനകത്ത് ഇപ്പോൾ മുതൽ റൈറ്റ് നൗ ഇപ്പോൾ മുതൽ സംഭവിച്ചതിനായി സ്തോത്രം. അസാധാരണ രോഗസൗഖ്യം ഈ ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ വെളിപ്പെട്ടതിനായി പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് രാവിലെ ബന്ധങ്ങൾ ഉയരട്ടെ, വിവാഹങ്ങൾ നടക്കട്ടെ കർത്താവേ. ബന്ധങ്ങളുടെ ഉലർച്ചകൾ മാറിപ്പോകട്ടെ. സ്ഥിരതയുള്ള ദൈവ സമാധാനം, സന്തോഷം, ഹല്ലേലൂയ, ആശ്വാസം അവർ കുടുംബങ്ങൾക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ വാഴുമാറാകട്ടെ. വലിയ സമാധാനം ഇത് കേൾക്കുന്ന വീടുകൾക്കകത്ത് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവേ, പല മതത്തിലുള്ളവർ, പല വിഭാഗത്തിലുള്ളവർ, പല ഡിനോമിനേഷനുള്ളവർ ഞങ്ങളെ കാണുന്നല്ലോ കർത്താവേ. അങ്ങയുടെ സ്നേഹം എല്ലാവരും വീടിനകത്ത് ഇറങ്ങി ചെല്ലുന്നതിനായി സ്തോത്രം. നീ മൂലമുള്ള രക്ഷ, നീ മൂലമുള്ള സൗഖ്യം, നീ മൂലമുള്ള സ്വാതന്ത്ര്യം, നീ മൂലമുള്ള വിടുതൽ അവർ അനുഭവിച്ചതിനായി സ്തോത്രം. ക്രിസ്തുവിൻ്റെ രക്തം മൂലമുള്ള സകല ആ നന്മകളും കൃപകളും ആ വീടുകളെ വാണ തുടങ്ങിയതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ഭവനങ്ങളെയും കുടുംബങ്ങളെയും വ്യക്തികളെയും എല്ലാം കർത്താവ് ഇപ്പോൾ മുതൽ സന്ദർശിച്ച് അനുഗ്രഹിച്ച് സൗഖ്യമാക്കി സ്വാതന്ത്ര്യം അയച്ചതിനായി നമുക്ക് കരങ്ങൾ തട്ടി കർത്താവിന് 1-2 നിമിഷങ്ങൾ നന്ദി പറയാം. കർത്താവ് എല്ലാവരെയും ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. വീണ്ടും ഞങ്ങളെ വിളിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ആവോളം വർദ്ധിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവകൃപ ഇതിനകത്ത് ആയിരിക്കുന്നവരുടെ മേൽ വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനകളോടുള്ള ബന്ധത്തിലെ ചിന്തകളായിരുന്നു. പുതിയൊരു പ്രാർത്ഥനാ വിഷയത്തിലേക്ക് പോകണമെന്ന് ഈ ആഴ്ച ആഗ്രഹിച്ചതല്ല, എങ്കിലും എൻ്റെ ഉറക്കങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് നൽകുന്ന ചില പുതിയ ചിന്തകളോടുള്ള ബന്ധത്തിൽ പുതിയൊരു വിഷയത്തെ ആത്മാവിൽ തൊടുകയാണ്. പൗലോസിൻ്റെ പ്രാർത്ഥനയോടുള്ള വിഷയത്തിൽ തന്നെ അതിൻ്റെ ആധാരമായി നമുക്ക് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് ഒന്ന് വായിക്കാം. ബൈബിൾ എല്ലാവരും ഒന്ന് തുറന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ ഒരാൾ ശബ്ദമുയർത്തി വായിക്കുന്നു. ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. 1-ാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയിൽ
കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുകൊണ്ട് അങ്ങനെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ. ക്രിസ്തുയേശുവിൻ്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ എത്ര വാഞ്ചിക്കുന്നു എന്നതിന് ദൈവം സാക്ഷി. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതി ഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കുന്നു പൗലോസിന്റെ സഭകളോടുള്ള പ്രാർത്ഥനകളിൽ താൻ ആഗ്രഹിക്കുകയും ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്ത, എൻ്റെ മനസ്സിനകത്ത് ആഴമായി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. ഫിലിപ്പിയ സഭ മറ്റ് സഭകളെ പോലെയല്ല, ഈ ദൈവദാസനോട് ചേർന്ന് നിന്നവരാണ്. അതെല്ലാ രീതിയിലും, സമ്പത്തിൻ്റെ കാര്യത്തിൽ, സുവിശേഷത്തിൻ്റെ കാര്യത്തിൽ, ആശ്വാസത്തിൻ്റെ കാര്യത്തിൽ, തൻ്റെ രോഗബന്ധന സമയങ്ങളിൽ പോലും ഇവർ പാസ്റ്ററെ മറന്നു കളഞ്ഞില്ല. അവരുടെ ഹൃദയം പൗലോസുമായി അത്രത്തോളം ബന്ധമുള്ളവരായിരുന്നു. ആമേൻ. അതുകൊണ്ട് തന്നെ പൗലോസ് ഈ ലേഖനങ്ങൾക്കപ്പുറം നാം ഈ ചിന്തകളെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, ആമേൻ, തനിക്ക് കാരാഗൃഹവാസത്തിന് ശേഷം ഒരു ജീവിതം ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയുള്ളത് അത് ഫിലിപ്പിയ സഭയോടും ഫിലിപ്പിയ പട്ടണങ്ങളിലെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ആയിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്ന വചനങ്ങളെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുവാൻ കഴിയും. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. അപ്പം ആ ആഴമേറിയ ഒരു ബന്ധം ഈ സഭയുമായി പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന് സഭയിലെ വ്യക്തികളോടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, സഭയിലുള്ളവർക്ക് പൗലോസിനോടും ഉണ്ടായി. ആമേൻ. മറ്റ് എഫെസോസിലെ സഭയെ, കൊലോസിയിലുള്ള സഭയെ, മറ്റ് സഭകളെ വ്യത്യസ്തപ്പെടുമ്പോൾ അവർക്കാർക്കും ആ ഒരു കൂട്ടായ്മ ഇല്ല എന്നുള്ളതല്ല. എങ്കിലും അല്പം കൂടെ വൈകാര്യത, സ്നേഹത്തിൻ്റെ ആർദ്രത ആ സഭയെക്കുറിച്ച് ഉണ്ടായിരുന്നു. ആമേൻ. അവരെ ഓർക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലണമെന്നൊരാഗ്രഹം. ആമേൻ. അല്ലേ? ചിലരെയൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അന്നേരം അസ്വസ്ഥമാകാറുണ്ട്. ചിലരെയൊക്കെ ഓർക്കുമ്പോൾ വേണ്ടായിരുന്നെന്ന് ചിന്തിക്കാറുണ്ട്. ആമേൻ. പക്ഷെ ഈ പൗലോസ് ഇവരെക്കുറിച്ചുള്ള ചിന്ത പരിശുദ്ധാത്മാവ്, എത്ര പേര് കേൾക്കുന്നു, ഉള്ളങ്ങൾക്കകത്ത് കൊടുക്കുമ്പോൾ അവരെ കാണാൻ ആഗ്രഹം ഉണ്ടാകുന്ന ഒരു മനസ്സായി അവരുടെ ബന്ധങ്ങൾ തീരുവാനിടയായി തീർന്നു. ഇതൊരു വലിയ സന്ദേശമാണ്. സഭകളോടുള്ള ബന്ധത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയുടെ യഥാർത്ഥ തലങ്ങളിലേക്ക് പൗലോസ് കൈപിടിക്കാൻ കഴിഞ്ഞ ഒരു സഭയാണ് ഫിലിപ്പിയ സഭ. തമ്മിൽ യഥാർത്ഥ ബന്ധമുള്ള സഭ. ആമേൻ. ഒരു ദേശത്തൊരു സഭ വർദ്ധിക്കണമെങ്കിൽ, വർദ്ധിച്ചു വരണമെങ്കിൽ, ആളെണ്ണത്തിൽ കൂടണമെങ്കിൽ പാസ്റ്ററിൻ്റെ പ്രസംഗം മാത്രം അല്ല. ആമേൻ. സഭയുടെ കൂട്ടായ്മയാണ്. ആമേൻ. തമ്മിൽ ഒരുമിച്ച് കൂട്ടായ്മയിൽ ആചരിക്കുന്നുണ്ടെങ്കിൽ അവർ മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു ഉണർവുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെ ഉണർവാണ്. ആമേൻ. ആ സ്നേഹത്തിൻ്റെ ഉണർവുണ്ടായാൽ മാത്രമേ അത് ദീർഘനാളുകൾ നീണ്ടു നിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ചരിത്രങ്ങളിലേക്ക് നോക്കിയാൽ വലിയ മിറക്കിളുകളുടെ ഉണർവുകൾ കണ്ടിട്ടുണ്ട്, വലിയ വീര്യപ്രവർത്തികളുടെ ഉണർവുകൾ കണ്ടിട്ടുണ്ട്, ദൈവ സാന്നിധ്യം തളം കെട്ടി നിൽക്കുന്ന ഉണർവുകൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലേഖനത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ചേർന്ന് വരുന്നത് കൊണ്ട് ഞാനിങ്ങനെ പ്രത്യാശ ജനിപ്പിക്കുകയാണ്. മുണ്ടക്കയത്തിൽ സ്നേഹത്തിൻ്റെ ഒരു ഉണർവ് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ കൃപാവരങ്ങളെക്കാൾ അത് വലുതാണ്. ഹല്ലേലൂയ. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാതെ, ഹല്ലേലൂയ, ആ അടുത്തിരിക്കുന്ന ആളെക്കുറിച്ചുള്ളത് നിങ്ങളോട് കർത്താവ് പറഞ്ഞിരിക്കും. ആമേൻ. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ അവരെ സഹായിച്ചിരിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ കൃപാവരങ്ങൾക്കകത്ത്
ഇല്ലാത്തത് പോലും പറയപ്പെടാത്തത് പോലും നിങ്ങളിൽ നിന്നും പുതിയ നീതി ഫലമായി തുറന്നു വന്നിരിക്കും. സ്വന്തം പറയാമോ? ഹല്ലേലൂയ. അതിനായിട്ട് ഈ ദേശത്തൊരു ഉണർവ് അങ്ങനെ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഈ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കിടക്കുന്ന ഈ പ്രാർത്ഥനകൾ മുഴുവനായി ശുശ്രൂഷിപ്പാനായിട്ട് ഇന്ന് പകൽ തയ്യാറാകുന്നില്ല. ഒരു ചെറിയ ഭാഗം മാത്രം എടുത്ത് അത് വിശദീകരിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളിൽ പ്രവർത്തിക്കുന്നവൻ എന്നൊരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് ആമേൻ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എങ്കിലും ആ വിഷയം ഒന്ന് തുറന്നു കൊണ്ടുവന്നിട്ട് ആ ഭാഗങ്ങളിലേക്ക് സംസാരിക്കപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1-ാം വാക്യം മുതൽ നാം പഠിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആമേൻ കാണുന്ന അല്ലെങ്കിൽ 1 മുതൽ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ പ്രാർത്ഥനയ്ക്കകത്ത് തൻ്റെ ഉള്ളിലെ ചില കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. ആമേൻ. വ്യത്യസ്തമായൊരു പ്രാർത്ഥന, തൻ്റെ ഉള്ളിലെ വികാരങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില അനുഭവങ്ങളെ മുൻനിർത്തിയാണ് അത് പറയുവാനിടയായിത്തീരുന്നത്. ഒന്നുകൂടി നമുക്ക് ചിന്തിച്ചാൽ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും അല്ലേ, ഞാൻ നിങ്ങളെ 6-ാം വാക്യം, ഞാൻ നിങ്ങളെ എൻ്റെ ഓർമ്മയ്ക്കകത്ത് നിങ്ങളുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ആമേൻ. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെ എല്ലാവരെയും കുറിച്ച് എനിക്ക് അങ്ങനെ വിചാരിക്കുന്നത് ന്യായമല്ലോ എന്ന് ഓർക്കുക, വിചാരിക്കുക. അടുത്തത് 8-ാം വാക്യത്തിലേക്ക് വരുമ്പം, ഞാൻ നിങ്ങളെ കാണാൻ വാഞ്ചിക്കുന്നു, ആഗ്രഹമാണ്, വാഞ്ചിക്കുന്നു. ആമേൻ. അപ്പം പൗലോസിന്റെ അകത്ത് ഈ സഭയെക്കുറിച്ച് അത്രത്തോളം ബന്ധമുള്ളത് കൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ തൻ്റെ അകത്തൂടെ വരുന്നത്. എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, വാഞ്ചയുണ്ട്. ആമേൻ. ഞാൻ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് ന്യായമല്ലോ. ആമേൻ. ഹല്ലേലൂയ. ഇതൊക്കെ പ്രാർത്ഥനയ്ക്കകത്ത് കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളോട് ചേർന്ന് എൻ്റെ പ്രാർത്ഥനകളിൽ ഇങ്ങനെയാണ് എന്ന് പൗലോസ് അവതരിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് അറിയാതെ സ്തോത്രം പറയാൻ പറ്റുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണോ? നിങ്ങൾ എല്ലാവരെ കുറിച്ച് ഓർത്ത് സ്തോത്രം പറയാൻ പറ്റുമോ? ചിലരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പല്ല് കടിക്കുമോ? പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും അറിയാതെ എൻ്റെ ഹൃദയം സ്തോത്രം പറയും, അറിയാതെ എൻ്റെ ഹൃദയം സ്തോത്രം പറയും, അറിയാതെ എൻ്റെ ഹൃദയം സ്തോത്രം പറയും. ഇതിനകത്തൊരു ദൂത് കിടപ്പുണ്ട്. ആമേൻ. ഞാൻ ഇങ്ങനെ അതിനെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ഈ 2 ആശയത്തെ ഒരുമിച്ച് കൊണ്ടുവരട്ടെ. ഇന്നലെ നിങ്ങൾ ഓർത്ത് ദുഃഖിച്ചവരെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ അന്തരീക്ഷത്തെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നവൻ ഉണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പൗലോസിന്റെ അനുഭവത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദുഃഖിക്കേണ്ട നിലവാരമായിരുന്നു. ആമേൻ. ദുഃഖിക്കേണ്ട നിലവാരം. മർക്കോസ് എന്ന വ്യക്തിയെക്കുറിച്ച് 2-ാം സുവിശേഷ ഘോഷണത്തിൽ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുമ്പം പൗലോസിന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു, മുഖം ഒന്ന് മ്ലാനമായി. ഹല്ലേലൂയ. കാരണം എന്താ? ഇവൻ ഇടയ്ക്കിട്ടേച്ച് ആഗ്രഹമൊക്കെ ഉണ്ട്, ഭയങ്കര പ്രവർത്തിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഇടയ്ക്കിട്ടേച്ച് പോകുന്നവനായതുകൊണ്ട് ഇവനെ കൂടെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട്. ആമേൻ. ആമേൻ. ഇന്ന് അതൊരു ദൂതാണെങ്കിൽ ഏറ്റവും എടുത്തോണം. ആമേൻ. ഭയങ്കര ആഗ്രഹങ്ങളാണ്, പക്ഷെ ഇടയ്ക്കിട്ടേച്ച് പോകുന്ന പരിപാടിയാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുകയല്ല, ഇവിടെ കയറി നിന്നപ്പോൾ വന്നതുകൊണ്ട് അങ്ങ് പറയുകയാണ്. ഏതെങ്കിലുമൊക്കെ പ്രവൃത്തി ആരംഭിച്ചിട്ട് അത് തികയ്ക്കാൻ കഴിയാതെ വണ്ണം ഇടയ്ക്കിട്ടേച്ച് നിർത്തുന്നവരാണെങ്കിൽ ഇന്ന് പകല് ഹല്ലേലൂയ, നിങ്ങളിൽ പ്രവൃത്തിയെ തികയ്ക്കുന്നവനെ കുറിച്ചാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്. ആരംഭിച്ചത് ദൈവമാണ്, അവനത് അവസാനത്തോളം നിങ്ങളെ തികയ്ക്കാൻ ശക്തീകരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ പ്രവൃത്തി ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കും. അതുകൊണ്ട് മാർക്കോസിനെ പോലെ ഇടയ്ക്കിട്ടേച്ച് പോയവൻ ആണെങ്കിൽ പോലും പിന്നത്തേതിലേക്ക് വരുമ്പോൾ മർക്കോസിനെ കൂടെ കൂട്ടാൻ പൗലോസിന് ദൈവത്തിൽ ആഗ്രഹം ഉണ്ടായി. ഹല്ലേലൂയ. പിന്നീട് മർക്കോസിന്റെ സുവിശേഷം, യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതാനും ആ മനുഷ്യനെ ഈ ജീവിതയാത്രയിൽ പൗലോസിന്റെ ബർന്നബാസിന്റെ കൂടെ നടന്ന ഈ സഹചാരിയായ പുതിയ ശിഷ്യന് പരിശുദ്ധാത്മാവ് പ്രാഗൽഭ്യം കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ.
ഈ ക്ഷീണമൊക്കെ കാരണം, പ്രയാസമൊക്കെ കാരണം ഇട്ടേച്ച് പോയതാണ്. പക്ഷെ അവനെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒന്ന് കയറുക. ഈ സന്ദേശത്തിനകത്തേക്ക് നിങ്ങളെ പയ്യെ ഞാൻ കൊണ്ടുവരട്ടെ. സന്തോഷത്തോടെ സ്വീകരിക്കുക. പ്രവൃത്തി തികയ്ക്കാൻ കഴിയാതെ എവിടെയോ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഫുൾ സ്റ്റോപ്പിനെ മാറ്റി ഒരു കോമയാക്കിയിട്ട് തരിക. അതിൻ്റെ പ്രവൃത്തിയിലേക്ക് ഓടട്ടെ. എവിടേക്കോ തികയ്ക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ എവിടെയോ മാർക്കോസിനെ പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഫുൾ സ്റ്റോപ്പ് മാറ്റി ഒരു കോമയിട്ട് തരികയാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ആ പ്രവൃത്തി തികയ്ക്കാൻ ഒരാഗ്രഹം നിൻ്റെ മനസ്സിൽ, ഹല്ലേലൂയ, അത് തികയ്ക്കാനുള്ള ശക്തി, തികയ്ക്കാനുള്ള പ്രാപ്തി, തികയ്ക്കാനുള്ള ആരോഗ്യം, തികയ്ക്കാനുള്ള മനസ്സ്, തികയ്ക്കാനുള്ള ദൈവശക്തി ഇപ്പോൾ മുതൽ നിങ്ങളുടെ മേൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. ഇതൊരു ദൂതായി പുറത്തേക്ക് ഞാൻ ഈ വാക്കിനെ വിടുകയാണ്. ഹല്ലേലൂയ. എവിടെയോ അസ്ഥിരമായ രീതിയിൽ നിന്റെ പ്രവൃത്തി നിൽക്കുന്നു, ഫുൾ സ്റ്റോപ്പ് പോലെ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നിന്നെ പ്രവചിച്ച് പറയുന്നു, ഇപ്പോൾ മുതൽ നിന്റെ മേൽ അത് തികയ്ക്കാനുള്ള ഒരു അഭിഷേകം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ മേഖലയിൽ, ജീവിതമാർഗമായി, ഹല്ലേലൂയ, വിദ്യാഭ്യാസമായി, ഹല്ലേലൂയ, നിന്ന് പോയതിനെ ദൈവം റീസ്റ്റാർട്ട് ചെയ്യുന്നുവെന്ന് ഈ വചനം പ്രതി ഒരു ദൂത് കിടപ്പുണ്ട്. ഹല്ലേലൂയ. നിന്ന് പോയത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുക. എൻ്റെ കൂടെ ഇന്ന് പകൽ നിന്ന് പോയത് റീസ്റ്റാർട്ട് ചെയ്യുക. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞ് നിന്ന് പോയത് റീസ്റ്റാർട്ട് ചെയ്യുക. ഇത് സഭയോടുള്ള ബന്ധത്തിനും പറയുന്നു. അല്ലെങ്കിൽ പണ്ടൊക്കെ നല്ല രീതിയിലായിരുന്നു, പക്ഷെ അതെവിടേക്കോ കാലക്രമേണ നിന്ന് പോയി. ഇന്ന് പകലും ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അതതിൻ്റെ പുതിയ ശക്തിയോടുകൂടെ ആരംഭിക്കാൻ പോവുകയാണ്. സുവിശേഷണ മേഖലകൾക്കകത്ത് ആ ശബ്ദം എവിടെയൊക്കെയോ നിന്ന് പോയി, പക്ഷെ ഇന്ന് പകൽ പറയുന്നു ഈ മാസം മുതൽ അത് ആരംഭിക്കും. ഹല്ലേലൂയ. നിന്റെ സോഴ്സുകൾ വന്ന വരവ് എവിടെയോ നിന്ന് പോയി. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, അതിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ട ഒരു ശബ്ദം, ഹല്ലേലൂയ, എവിടെയോ പോയി നിന്നപ്പോൾ കേട്ട ഒരു ശബ്ദമാണ്. ഹല്ലേലൂയ. ഒരു കനാൽ, നല്ല ഒഴുക്കുള്ള, നല്ല ഉറവയുള്ള ഒരു കനാലായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. പക്ഷേ എന്തൊക്കെയോ വീണ് അതങ്ങ്, ഹല്ലേലൂയ, അതങ്ങ് അടഞ്ഞ്, വെള്ളം വരാത്ത രീതിയിൽ അത് അങ്ങടഞ്ഞ് കിടക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് വള്ളംകുളത്ത് എവിടെയോ ഞാൻ പോയി നിൽക്കുമ്പോഴാണ്, ആ ഭാഗത്ത് എവിടെയോ പോയി നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ ആ ശബ്ദം കേൾക്കുന്നത്. ആമേൻ. അദ്ദേഹം പറയാണ്, അത് ഈ ദിവസങ്ങൾ അതെല്ലാം വൃത്തിയാക്കിയപ്പോൾ നല്ലൊരു ഒഴുക്ക്, ആമേൻ, ഹല്ലേലൂയ, ഉറവയുണ്ടായിരുന്നതാണ്. പക്ഷേ എവിടെയൊക്കെയോ അടഞ്ഞു പോയത് ഇന്ന് പകൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ തുറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ തുറക്കുകയാണ്. ഇന്ന് പകൽ തുറക്കുകയാണ്. ഇന്ന് പകൽ തുറക്കുകയാണ്. ഇന്ന് പകൽ അതിനെ തുറക്കുകയാണ്. റൈറ്റ് നൗ നിന്റെ വീട്ടിൽ നിന്ന്, നിന്നിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞൊരു വാക്ക് അതിനോട് ചേർത്ത് പറയാം. ഇങ്ങനെയാ പറയുന്നത്, ദാഹം വരത്തക്ക രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, ആത്മാവിൽ നിന്നും ഒഴുകൊണ്ടത് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടോ, ദാഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ജീവജലത്തിൻ്റെ നദിയാക്കി തരാം. കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ ആരാധിച്ച് ദൂതനെ ഏറ്റെടുത്തോണം. എവിടെയോ വരണ്ടു പോയത്, എവിടെയോ ഉണങ്ങിപ്പോയത്, എവിടെയോ ചുരുങ്ങിപ്പോയത്, എവിടെയോ ഇല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നതിനെ ഈ ഒരു ആത്മാവിൻ്റെ ദൂതിനാൽ, ദൈവാത്മാവിൻ്റെ ശക്തിയാൽ അതിനെ റീസ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് രാവിലെ അതിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുക. ആ ഒഴുക്ക് നിന്റെ മേൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചു പറ, അടഞ്ഞത് തുറക്കും. പറയണ, അടഞ്ഞത് തുറക്കും. അടഞ്ഞത് തുറക്കും. വരണ്ടത് തളിർക്കും. പറ, വരണ്ടത് തളിർക്കും. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നത്. ഇത് ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരണ്ട് കിടക്കുന്നൊക്കെ തളർക്കും. ഹല്ലേലൂയ. നാളെ ഇന്ന് പോയി നോക്കിക്കോ, നിന്റെ മുഖത്തെ ഇവിടെയൊക്കെ ചുളിവ് കാണും. പക്ഷെ നാളെ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന് തൂത്തിട്ട് വെച്ചോ, ആ ചുളിവ് പോലും മാറും.
ഓ, ഈ ദൂതിനെയൊക്കെ പിടിക്കാൻ എത്ര പേര് കാണും? ഹല്ലേലൂയ. നിന്റെ മുഖത്തെ ചുളിവ് വരെ മാറ്റാൻ കഴിയുന്ന അഭിഷേകം ഇന്ന് പകലൂടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞ എന്താണെന്ന് എങ്ങ് മനസ്സിലാകാത്ത ആരോഗ്യം വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രകൃതിയുടെ ചൂട് കൊണ്ടും വരൾച്ച കൊണ്ടും സംഭവിക്കപ്പെട്ട, അത് സ്പിരിച്വൽ ആകട്ടെ, ഈ ലോകത്തിലുള്ളതായി തീരട്ടെ, ഭൗതികമായി തീരട്ടെ, എല്ലാ മേഖലയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു കർത്താവ് നിന്റെ മേലുണ്ട്. ആമേൻ. വളരെ യാദൃശ്യമായ ഒരു ദൂത് ഞാൻ ഈ ആഴ്ച കേട്ട്. എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ശുശ്രൂഷിച്ചത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടത്. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ എൻ്റെ വാക്കല്ല, അദ്ദേഹം കേട്ടത് ഞാൻ എടുത്ത് പറയാം, അത് ഓർമ്മ വരുന്നത് കൊണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ മക്കൾ മാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ആ മാറ അവരുടെ മുമ്പിൽ ഒരു 15-20 മിനിറ്റ് മാത്രമേ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. പക്ഷെ മാറയുടെ എക്സ്പീരിയൻസ് വർഷങ്ങളുടെ എക്സ്പീരിയൻസാ. അബ്രഹാമിനേക്കാളും പഴക്കമുണ്ട് ഈ മാറയ്ക്ക്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ്, ഇസ്രായേൽ ജനത്തിന്റെ പാരമ്പര്യത്തെക്കാൾ പഴക്കമുണ്ട്. വർഷങ്ങളായിട്ട് ഈ പുള്ളിക്കാരൻ എന്താ കൊടുക്കുന്നത്? കൊടുക്കുന്നവരെ കയ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഫിലിസ്തീർ അത് കുടിച്ചപ്പോൾ, ഗരാര്യർ അത് കുടിച്ചപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്താണ്? ആമേൻ, മാറയാണ്. ഇവരും വന്ന് കുടിച്ചപ്പോൾ അതേ മാറയാണ്. പക്ഷെ നിന്റെ മുമ്പിൽ ആ മാറ അധികം നേരം കഴിക്കത്തില്ല. ഓ, അത് മനസ്സിലാകാവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ആ മാറയ്ക്ക് അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ പറ, ചില കയ്പുകൾ ഉള്ളതുപോലെ മാറിപ്പോകാൻ പോകുന്ന രീതിയിൽ നീയുമായി ബന്ധപ്പെടുമ്പോൾ അതിനൊരു റിസൾട്ട് ദൈവം തരാൻ പോവുകയാണ്. അതിപ്പേരെന്താ കേട്ടില്ല? ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ആ മാറയ്ക്ക് നിൽക്കാൻ കഴിയില്ല. മാറയാണ്, മാറയ്ക്ക് ഒരു അനുഭവം ഉള്ളൂ, അത് കയ്പാണ്. എങ്കിലും ആ മാറയുടെ സ്വഭാവത്തെ മരം മാറ്റാൻ, ഹല്ലേലൂയ, പിന്നെ ആ മാറ എന്നുള്ള പേര് ചേരുമോ? മധുരിച്ചു കഴിഞ്ഞാൽ പിന്നെ മാറ എന്നുള്ള പേര് ഇല്ല. ഇത് തന്നെയാണ് നവോമി എന്ന് പറയുന്നത്. ഇനി എന്നെ സന്തോഷം എന്ന് നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ ഇനി മാറ എന്ന് വിളിച്ചാൽ മതി. കാരണം ഞാൻ അതുപോലെ കയ്പായി തീർന്നിരിക്കുകയാണ്. എൻ്റെ ലൈഫ് കാണുന്നവർക്ക് വരെ കയ്പായി തീർന്നിരിക്കുക. പക്ഷെ നീ കയറിയത് ഒരു വിളവിനകത്തേക്കാണ്. നീ കയറിയത് ഒരു ഹാർവസ്റ്റിനകത്തേക്കാണ്. നീ കയറിയതൊരു ഹാർവസ്റ്റിനകത്തേക്കാണ്. ആ ഹാർവസ്റ്റിനകത്ത് മിറക്കിളുകൾ ജനിപ്പിക്കുന്ന ഒരു അപ്പത്തിൻ്റെ നാഥനുണ്ട്. ജീസസ്. ഒന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഇറ്റ് വിൽ ബി ഗ്രോ അപ്പ്. ഇത് ഗ്രോ ആകാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. വളരാൻ പോവുകയാണ്. ക്ഷാമമായിരുന്നു ബേത്ലഹേമിൽ. ക്ഷാമം കാരണമാണ് ചിലർ വിട്ടുപോയത്. പക്ഷേ ക്ഷാമത്തിനകത്തേക്ക് നിന്നവർ ഹല്ലേലൂയ തിരികെ വരാൻ പോകുന്നു എന്നൊരു ദൂത് പരിശുദ്ധാത്മാവ് ഈ ആലോചനയ്ക്കകത്തൂടെ ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ്. ബേത്ലഹേം വിട്ട ഫാമിലി തിരിച്ചു വരുന്നു. ഹല്ലേലൂയ. ബേത്ലഹേം വിട്ടത് മോബാവിന്റെ പച്ചപ്പ് കണ്ടിട്ടാണ്. പക്ഷേ അതിനകത്ത് കയ്പിന്റെ നോവറിഞ്ഞിട്ട് ഹല്ലേലൂയ, എനിക്ക് ബേത്ലഹേമാണ് സുരക്ഷ എന്ന് കണ്ടിട്ട് ഒരു കുടുംബം തിരിച്ചു വരുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ഇതൊരു ഹാർവസ്റ്റിന്റെ ടൈമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു ഹാർവസ്റ്റിന്റെ ടൈമാണ്. ഹാർവസ്റ്റിന്റെ ടൈം ആയപ്പോൾ അവർ കയറിയെന്നവർ തിരിച്ചറിയാതെ നിൽക്കുമ്പോൾ നവോമി പറയാണ്, ഇതൊരു വിളവെടുപ്പിന്റെ സമയമാണ്. അതുകൊണ്ട് അടുത്തുള്ള വയലിൽ നിനക്ക് പോയാൽ അവിടെ ഒരു സുരക്ഷിതത്വം നിനക്കുണ്ടാകും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, ഒരു ഹാർവസ്റ്റിനുള്ള സമയത്തിന്റെ ശക്തി എന്നെ ഇന്ന് രാവിലെ തൊടുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ അതിനെ ഒരു മടിയും കൂടാതെ പ്രവചിച്ചിടുകയാണ്. നിന്നെ നോക്കി ഒരു ഹാർവസ്റ്റ് എഴുന്നേറ്റ് വരുന്നു. നിന്റെ ലൈഫ് മുഴുവൻ കയ്പായിരിക്കും, പക്ഷേ നീ ഓടിക്കേറിയത് ഹാർവസ്റ്റിനകത്തേക്കാ.
Hallelujah. I know this is the miracle harvest. ഈ ഒരു ഹാർവസ്റ്റിന്റെ വീട്ടിൽ നിനക്ക് നന്മയായി വെളിപ്പെടുത്താൻ, നിന്റെ കുടുംബത്തിൽ നന്മയായി വെളിപ്പെടുത്താൻ, നിന്റെ ജീവിതത്തിനകത്ത് നന്മയായി വെളിപ്പെടുത്താൻ ദൈവാത്മാവിന് പ്ലാനുണ്ട്. ആമേൻ. ബേത്ലഹേമിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. പക്ഷേ ക്ഷാമത്തിന്റെ നോവറിഞ്ഞപ്പോഴാണ് ഈ കുടുംബം പുറത്തേക്ക് പോയത്. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് പകല് പരിശുദ്ധാത്മാവ് അതിനെ തിരുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോഴും അത് അപ്പത്തിന്റെ ഭവനം എന്നാണ്. ഹല്ലേലൂയ. ക്ഷാമം കയറിയത് കൊണ്ട് പേര് മാറ്റത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതിട്ടത് ദൈവമാണ്. ഇതിട്ടത് ദൈവമാണ്. അതുകൊണ്ട് സാഹചര്യം വഴി മാറിയേ പറ്റുള്ളൂ, പേര് മാറത്തില്ല. എൻ്റെ കൂടെ നിങ്ങളില്ല. ഹല്ലേലൂയ. മിറക്കിൾ ഹാർവസ്റ്റ് എന്ന പേര് മാറത്തില്ല. ഇത് ആ ഹാർവസ്റ്റിലേക്ക് ഓടിയെത്തും. ആമേൻ. ഇന്ന് പകൽ തന്നെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നവോമി കുടുംബം തിരിച്ചു വന്നെന്നാണ്. ക്ഷാമം കാരണം പേര് മാറിയെന്ന് അവിടെ ഇല്ല. ആമേൻ. ക്ഷാമം കാരണം ബേത്ലഹേമിന്റെ പേര് മാറിയെന്ന് ബൈബിളിൽ ഇല്ല. ഹല്ലേലൂയ. ഇറങ്ങിപ്പോയവര് തിരിച്ചു വന്നെന്നാ കടകം. ഇന്ന് രാവിലെ പിടിക്കുക. ഹല്ലേലൂയ. ക്ഷാമം കാരണം ഇറങ്ങിയതിനെ ഹാർവസ്റ്റ് തിരികെ പിടിക്കും. ഈ വാക്കുകളാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂതുകളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാ. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു മുഖവര ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ സന്ദേശത്തിന്. അത് പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ആദ്യ വാചകം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളെ എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിൽ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താണ്? ഫിലിപ്പി ലേഖനം വായിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായേ പറ്റൂ. ദുഃഖങ്ങളുടെ ഒരു വലിയ പട്ടിക വരെ അതിനകത്ത് കാണാൻ കഴിയും. ബട്ട് സംസാരങ്ങൾക്കകത്ത് ഒരിക്കലും ആ ദുഃഖം പ്രകടമായി വെളിപ്പെടുന്നില്ല. അതെല്ലാം സന്തോഷത്തിന്റെ വാക്കുകളാണ്. ആമേൻ. ഹല്ലേലൂയ. ജോഷിയാൻ സ്വതന്ത്രം പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താണെന്നറിയോ? ഈ സാഹചര്യം ദുഃഖമാണ്, പക്ഷെ പറച്ചിലിനകത്ത് സന്തോഷമാണ്. അപ്പം പൗലോസ് സാഹചര്യത്തിനൊത്തല്ല സംസാരിക്കുന്നത്, താൻ എവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നു അവിടുന്ന് സംസാരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അശ്രദ്ധമാകരുത്. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. സാഹചര്യങ്ങൾക്കൊത്തവണ്ണമുള്ള സംസാരം അല്ല ഇനി വേണ്ടത്. അകത്താരിയ്ക്കുന്നു അവരെ ഓർത്ത് അവരെ വിചാരിച്ച് സംസാരിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വയമായി പ്രവചിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? സ്വന്തമായി പ്രവചിക്കുന്നവർ? ഹല്ലേലൂയ. നിങ്ങളൊരു പ്രവാചകനാണെന്ന് മറ്റാരോടും പറയണ്ട, നിങ്ങളോട് മാത്രം പറഞ്ഞാൽ മതി. എന്നിട്ട് ഈ വാക്യം എടുത്ത് വെച്ചിട്ട് തന്നെത്താനെ അങ്ങ് പ്രവചിച്ചോണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ലൈഫിനകത്ത് പുതിയ നാമ്പുകളെ മുളപ്പിക്കും. പറ്റും. ഈ വർഷത്തിന്റെ കപ്പയിടാൻ പോലെ ഡബിൾ ആയിട്ട് പിടിച്ചോണം. ഹല്ലേലൂയ. എന്താണ് കാരണം? എന്താണ്? നമ്മൾ ചെയ്ത സാധിക്കുമെന്ന്. കാരണം കൂടെയുള്ളവൻ ദൈവമാണ്. ഒന്ന് പറ, കൂടെയുള്ളവൻ ദൈവമായതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അസാധ്യതയാണ്. നമ്മുടെ കഴിഞ്ഞ പാരമ്പര്യം മൊത്തം കിടക്കുന്നത്. ചെയ്ത മൊത്തം ഫെയിലായി. എല്ലാ അറ്റംപ്റ്റ് ഫെയിലാണ്. എല്ലാ അറ്റംപ്റ്റിന്റെ വെളിയിൽ നമുക്ക് നിരാശയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും വാക്കുകളുടെ മുമ്പിൽ നിരാശപ്പെടാതെ നിൽക്കുന്നതിന്റെ പിന്നിലെ കാരണം എന്താണ്? കർത്താവിന് ഈ വിഷയത്തിനകത്ത് എന്നെ സഹായിക്കാൻ പറ്റും. ആമേൻ. 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 എനിക്കറിയത്തില്ല, വിഷയം വിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആരുടെയൊക്കെ ലൈഫിനെ ഇന്ന് പരിശുദ്ധാത്മാവ് തൊട്ടുണ്ടായിരിക്കുന്നത്. നിന്റെ ലൈഫ് ടോട്ടലി പരാജയമാകട്ടെ. ഫുള്ള് 40, 50, 60 വയസ്സ് പരാജയമാകട്ടെ. പക്ഷെ ഇന്ന് രാവിലെ നിന്റെ കൂടെ കർത്താവ് ഉണ്ടോ? ഹല്ലേലൂയ. തുഴയില്ലെങ്കിലും ഹല്ലേലൂയ നീ രക്ഷപ്പെട്ടിരിക്കും.
കാരണം എന്നറിയാവോ? കൂടെ നിൽക്കുന്നവൻ ദൈവമാണ്. ആരുടെയൊക്കെയോ ഹൃദയത്തെ ഇന്ന് പകൽ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നീ പരാജയം കാണാൻ ഇനി കർത്താവ് അനുവദിക്കാത്ത രീതിയിൽ ദൈവം നിന്റെ കൂടെ ഇറങ്ങി നിൽക്കാൻ പോവുകയാണ്. സാഹചര്യം കാരാഗൃഹമാണ്, സാഹചര്യം തടവാണ്. എന്നാൽ ഇദ്ദേഹത്തിന് സാഹചര്യത്തിന് ഒത്തവണ്ണം അല്ല സംസാരിക്കുന്നത്. ഫ്രം ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങൾ സഭയെ ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ ഒരു പ്രധാന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്ന് ആകണം. പത്മേനി കാല് വയ്യാതിരുന്നാലും വീട്ടിൽ പട്ടിണിയാണെങ്കിലും ക്രിസ്തുവിൽ നിന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇത് വേകാനുള്ള സമയം എടുക്കത്തില്ല, റെഡിമെയ്ഡ് വീട്ടിൽ വരും. ഓ, ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയല്ലേ? കനലിൽ ചുട്ടയപ്പം, ഓ മനസ്സിലായില്ല. കനലിൽ ചുട്ടയപ്പം വിശന്നവന് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഇനി ഉണ്ടാക്കാൻ വയ്യെന്നോ ആരുടെ വീട്ടിൽ പോയി മേടിക്കാൻ വയ്യെന്നോ പറഞ്ഞ് ആരല്ലേ ചൂരച്ചടിയുടെ കീഴിൽ ഇരുന്നപ്പോ, മോനെ ഇനി നീ ആരുടെ വീട്ടിലും പോയി കൈ നീട്ടണ്ട, ഇനി നീ ആരുടെ വീട്ടിലും പോയി ചോദിക്കണ്ട. ഹല്ലേലൂയ. നിന്റെ ക്ഷീണത്തിന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാം. എൻ്റെ കൂടെ ഇരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, ഹല്ലേലൂയ, നിന്റെ ക്ഷീണത്തിനകത്ത് നിന്നെ ഓടിക്കാതെ നിന്റെ വീടിനകത്ത് നന്മ കയറ്റിക്കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് പറ്റും. പക്ഷെ നിന്റെ സംസാര ശൈലി മാറ്റണം. ആമേൻ, ഹല്ലേലൂയ. ഉണ്ടെങ്കിൽ ഇല്ല എന്നുള്ള വർത്താനം ഇല്ലാതിരിക്കെ ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുക. ഹല്ലേലൂയ. ഉണ്ട് എന്ന് പറഞ്ഞവന് ഇല്ലാത്തത് ഉളവാക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി സംസാരിക്കാതെ ഫ്രം ക്രിസ്തുവിൽ നിന്ന് സംസാരിക്കുന്ന ഒരു തലമുറയെ, കാണാതെ വിശ്വസിക്കുന്ന ഒരു തലമുറയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. പലരും എന്നെ കേൾക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകല് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുകയാണ്. നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, നിങ്ങളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സമ്പത്തിനോടുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, ആമേൻ, നിങ്ങൾ കർത്താവിൽ നിന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. കൈക്കൊരു ക്ഷീണം ഉണ്ടാകുമ്പോൾ ഇത് എന്നാത്തിന്റെ കുഴപ്പമാണ്? അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ആണോ എന്ന് കയറി വരരുത്. അല്ലേ? കാല് കൈ അഴച്ചു കഴിഞ്ഞാൽ അതൊരു എന്താണ്, അറ്റാക്ക് ഉണ്ടാകുന്നതിന് മുമ്പ്. ഇനി ചിലർക്കൊക്കെ അങ്ങനെയൊന്നും അല്ല. ആമേൻ. യേശുവിന്റെ അതി കുടഞ്ഞങ്ങ് കളഞ്ഞേക്കണം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കളയുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങ് പൊക്കോളും. ആമേൻ, ഹല്ലേലൂയ. അല്ലാതെ അന്നേരം ChatGPT എടുത്ത് വെച്ചിട്ട് സെർച്ച് എഞ്ചിനകത്ത് തപ്പരുത്. ഈ സിംറ്റംസ് ആയാലും എന്നാണ്? കൈ അഴയ്ക്കുന്നതിന്റെ കാരണം നാളെ അറ്റാക്ക് ഉണ്ടാകാനുള്ള, അപ്പോഴേ പേടിച്ച് തല ഇറങ്ങി താഴെ വീഴും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞോന്ന് അറിയത്തില്ല, നോർത്ത് ഇന്ത്യയില് ഒരു ഒരാള് ചെന്നിട്ട് ഒറ്റ പ്രവചനം, മക്കൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ പോവാ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച. അത് കേട്ടപ്പോ ഞാൻ വിളിച്ചു പോയി. ഒരു മൂക്കിപ്പനി കൊച്ചിന് വന്നാലും അമ്മയുടെ മനസ്സിനകത്ത് എന്താണ്? മോക്ക് ഇതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. ഒന്നാന്തര ആഭിചാരമാണ്. വെള്ളയിട്ട ഒരാളാ പറഞ്ഞത്. ഞാൻ അന്നേരം യേശുവിൻ്റെ അകത്ത് വെട്ടി അതിനെ. ഹല്ലേലൂയ. എന്നാണ്? നിന്നെ പേടിപ്പിക്കാനൊന്നും അല്ല കർത്താവ് വന്നത്. അവൻ നിന്റെ, അല്ലെ, അങ്ങനെയാണോ വചനം കിടക്കുന്നത്? സാത്താന്റെ പ്രവൃത്തികളെ ഒന്നുകൂടെ തരാനാണ് കർത്താവ് വന്നത്, അല്ല അഴിപ്പാൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, രക്ഷ മനുഷ്യന് കൊടുക്കുന്നതിന് മുമ്പേ രോഗസൗഖ്യം യേശു കർത്താവ് തന്ന്. ഹല്ലേലൂയ. എന്താണ്? അവൻ മനസ്സലിഞ്ഞ് സൗഖ്യമാക്കി. ഹല്ലേലൂയ. തിരിച്ചറിയുക. ഇതിനകത്ത് രോഗമായിട്ടിരിക്കുന്നവരോടൊക്കെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ശരീരത്തിൽ രോഗം ഇരിക്കാൻ യേശു ആഗ്രഹിക്കുന്നില്ല. കാരണം യേശു കർത്താവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും, ആമേൻ, ഹല്ലേലൂയ, നീയും ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാണ് നിന്റെ ശരീരം. അവിടെ രോഗത്തിന് സ്ഥാനം ഇല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിന്റെ ശരീരം ആരോഗ്യത്തിൽ തുടരണമെന്നും
നീ വാർദ്ധക്യത്തിലും പച്ച പിടിച്ചിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരാരോഗ്യം ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് മേൽ വരട്ടെ. ഹല്ലേലൂയ. ആ രാസപ്രവർത്തനങ്ങൾക്ക്, കെമിസ്ട്രിക്ക് വേണ്ടതല്ല ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നൽകട്ടെ. സ്തോത്രം പറഞ്ഞവർക്കായി ഞാൻ നന്ദി പറയും. ഹല്ലേലൂയ. സാഹചര്യങ്ങളെ നോക്കി സംസാരിക്കാതെ ക്രിസ്തുവിൽ നിന്ന് സംസാരിക്കും. കൈകാലുകൾ ഒരു ചെറിയ റൂമിനകത്ത് വീട്ടുതടവില. ആദ്യം കാരാഗൃഹത്തിലും പിന്നീട് അദ്ദേഹം ഒരു വീട്ടു തടവിലുമായി. എനിക്ക് സ്വാതന്ത്ര്യമില്ല പുറത്തേക്ക് പോകാൻ, തടവിലാണ്. വലിയ സൗകര്യമുള്ള സ്ഥലമൊന്നുമല്ല. പക്ഷേ അവിടെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയാണ്, എൻ്റെ ഈ കഷ്ടപ്പാടിൻ്റെ നോവുകളിൽ നിന്നല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, മറിച്ച് എൻ്റെ അകത്ത് തിങ്ങിപ്പൊങ്ങുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനകത്താണ് ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും സ്തോത്രം ചെയ്യുകയാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എൻ്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ എന്തിനാണോ നിയോഗിച്ചത്, ആ ശുശ്രൂഷ നിറപടിയായി പട്ടണങ്ങളിൽ ഇറങ്ങി നിന്നപ്പോൾ പലയിടങ്ങളിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ കല്ലേറ് മേടിച്ചു, ഒറ്റയ്ക്ക് ഞാൻ ആൾക്കാർ എന്നെ ഓടിച്ചു. പക്ഷേ ഞാൻ നിങ്ങളുടെ പട്ടണത്തിൽ നിന്നപ്പോൾ സഭയായി നിങ്ങൾ എൻ്റെ കൂടെ നിന്നു. ആമേൻ. എന്തിനു നിങ്ങൾ കേൾക്കുന്നു? നിങ്ങളും അങ്ങനെ നിൽക്കാൻ പോകുകയാണ്. ആമേൻ. ഞാൻ കേട്ടിട്ടുണ്ട്, സഭയായി ഉച്ച കഴിഞ്ഞ് ഈ പട്ടണങ്ങളുടെ കുന്നുകൾ നിങ്ങൾ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുന്നു, ആരാധന കഴിഞ്ഞ് വീട്ടിൽ പോയി ഫുഡ് അടിക്കാനല്ല, മറിച്ച് സുവിശേഷത്തിന്റെ ശബ്ദമായി ദൈവം നിങ്ങളെ വീണ്ടും നിയോഗിക്കട്ടെ. ഹല്ലേലൂയ. ഈ വിഷയം ഉള്ളത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് കൈകാലുകളുടെ ബന്ധനത്തിന്റെ പ്രഹരങ്ങളല്ല, അകം സന്തോഷിക്കുക. ഞാൻ ദൂതിലേക്ക് വരട്ടെ. ഈ സാഹചര്യങ്ങൾ വളരെ മോശമായി കിടക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്, സഭയ്ക്കകത്തും പുറത്തുമായി. ഞാൻ ഇന്ന് പകല് സംസാരിക്കുന്നു, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ മനസ്സ് മ്ലാനമാകരുത്. ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിച്ചൊരു കർത്താവുണ്ട്. ആ കർത്താവിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുക, പറയുക. അവനിലൂടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, വായ ഒരു കീയാണ്. എന്തിൻ്റെ കീയാണ്? നിങ്ങളുടെ അകത്ത് വന്ന ദൈവവചനത്തിലൂടെ നിങ്ങൾ ഗ്രഹിച്ച ദൈവരാജ്യത്തെ നിങ്ങളുടെ വീട്ടിനകത്ത്, നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ സമ്പത്തിനകത്ത് തുറക്കാനുള്ള കീയാണ് ഈ വാ. ഭയങ്കര അതോറിറ്റി വെളിപ്പെടുന്നു, ഭയങ്കര അതോറിറ്റി. ഹല്ലേലൂയ. നീ പറയുന്നത് നിന്റെ വീട്ടിനകത്ത് തുറക്കാൻ, നീ കെട്ടുന്നത് കെട്ടപ്പെടാനും, നീ അഴിക്കുന്നത് അഴിക്കാനും ദൈവം ഒരു നാവിനെ നിനക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യം കൊടുത്താട്ടെ, ദൈവവചനത്തിന് സ്വാതന്ത്ര്യം കൊടുത്താട്ടെ നിങ്ങളെ ശുശ്രൂഷിക്കാം. ആമേൻ. ഹല്ലേലൂയ. ആ ദൈവവചനം നിങ്ങളെ ശുശ്രൂഷിക്കട്ടെ. ഹല്ലേലൂയ. നീ പറയുന്നത് നിന്റെ വീട്ടിൽ സംഭവിക്കും. നീ പറയുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. നീ പറയുന്നത് നിന്റെ പട്ടണത്തിൽ സംഭവിക്കും. ഹല്ലേലൂയ. യോശുവ ഹല്ലേലൂയ പറഞ്ഞതാണ് ദൈവം നിർമ്മിച്ചിട്ട ചരാചരത്തിൽ സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി സൂര്യൻ സഞ്ചരിക്കില്ല. ഈ സഞ്ചാരപഥം എന്നാന്നറിയാവോ? ഹല്ലേലൂയ. സൂര്യൻ വലം വെക്കുവാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ആണോ? സൂര്യനെ വലം വെക്കുകയാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യനെ വലം വെക്കുകയാണ്, ഇങ്ങനെ വലം വെച്ചോണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരൻ അതിനേക്കാളും വലിയൊരു ഓട്ടത്തിലാണെന്ന കാര്യം നമുക്കറിയാമോ? നമ്മുടെ ഗാലക്സി, നമ്മൾ നിൽക്കുന്ന ഗാലക്സിക്ക് ചുറ്റും ഇദ്ദേഹം ഭയങ്കര സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. ആ കൂടെ ഓടുന്നവരാണ് നമ്മളും. ഓ സ്തോത്രം.
ആമേൻ. സ്പീഡില്ലെന്ന് വിചാരിക്കരുത്, ഭയങ്കര സ്പീഡുള്ളവരാണ്. പക്ഷെ കർത്താവ് ഇങ്ങനെ പിടിച്ച് ഈ നിർത്തിയേക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകരം തിരിച്ചറിയുക, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളോട് ഇതിനകത്ത് നിൽക്കുന്ന ഒരുത്തൻ പറയും, നീ ഇനി അനങ്ങരുത്. എന്നാ അതോറിറ്റിയല്ലേ, ഹല്ലേലൂയ, എന്നാ ശക്തിയല്ലേ പുറപ്പെട്ട, നീ ഇനി അനങ്ങരുതെന്ന് പറഞ്ഞപ്പോൾ സൂര്യനാണോ ചന്ദ്രനാണോ അതോ ഭൂമിയാണോ നിന്നെന്നറിയില്ല, പക്ഷേ ഇരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചിലത് നിങ്ങളുടെ നാവിനകത്തെ അതോറിറ്റിയോടെ ചെയ്യാൻ പോവുക. നിന്റെ പട്ടണത്തിൻ്റെ മേൽ അതോറിറ്റിയോടെ സംസാരിക്കാൻ നിന്റെ മേൽ ആധികാരികത ദൈവം നൽകുവാൻ പോവുകയാണ്. ചില കുടുംബങ്ങളെ നോക്കി നിനക്ക് പറയാനുള്ള അധികാരം ദൈവം നൽകാൻ പോവുകയാണ്. ചില വ്യക്തികളെ നോക്കി ഹല്ലേലൂയ അതോറിറ്റിയോടെ ചിലത് പറയാനുള്ള അധികാരം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. കാരണം എന്നാണെന്ന് ചോദിച്ചാൽ, നീ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇടപെടുന്നവരല്ല, മറിച്ച് സാഹചര്യങ്ങളെക്കാൾ എൻ്റെ കർത്താവിൽ സംസാരിക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ. ഞാൻ വിശാലതയിലേക്ക് കൊണ്ടുവരികയാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഉറപ്പായും അത് ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒന്ന് നല്ലൊരു ആമേൻ പറഞ്ഞാണ്. ഹല്ലേലൂയ. പല പ്രവൃത്തികളും തികയ്ക്കാൻ കഴിയാത്ത ഏതൊക്കെയോ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവിൽ പ്രവചിക്കുന്നു, അത് റീസ്റ്റാർട്ട് ചെയ്യപ്പെടാൻ പോവുക. കാരണം ഇത് ആരംഭിച്ചത് നീയല്ല, ഇത് ആരംഭിച്ചത് ദൈവമാണ്. ദൈവം ആരംഭിച്ചത് പകുതിക്ക് വെച്ച് നിൽക്കത്തില്ല. നിന്റെ കഴിവോ കഴിവുകേടോ ഇതിനകത്ത് ബാധകമല്ല. നിന്റെ ബലഹീനത ഇതിനകത്ത് ബാധകമല്ല. കാലതാമസം ഇതിനകത്ത് ബാധകമല്ല. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? കാലം താമസിപ്പിച്ചത് കർത്താവ് തുടങ്ങിയതിന് പ്രശ്നമല്ല. ഹല്ലേലൂയ. അവിടെയാണ് ആ വാക്യം കയറി വരുന്നത്. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് എന്റെ കൂടെ ബന്ധപ്പെടുന്നു. അത് സമയം തെറ്റിയാലും വരും വരും വരും. അത് താമസിക്കത്തില്ല, അത് നിശ്ചയം സംഭവിക്കും. ഓ, ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചില വിഷയങ്ങൾ വളരെ സ്പീഡാകാൻ, ഹല്ലേലൂയ, അതതിലേക്ക് ബന്ധപ്പെടുത്താൻ ദൈവാത്മാവ് ചിലതിനെ റീസ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് പകൽ. കഴിവുകേടുകൾ ഉണ്ടാകാം, അല്ലേ? മനുഷ്യനല്ലേ? ഈ കഴിവുകേട് ദൈവം തുടങ്ങിയ ഒരു പ്രവൃത്തിയെ അസാധുവാക്കത്തില്ല. ഓ, എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട്? ഇങ്ങനെയല്ല ഈ ദൂത്, ഇങ്ങനെയല്ല പോകണ്ടേ. നിങ്ങളുടെ അറിവോ അറിവുകേടോ ദൈവപ്രവൃത്തിയെ തടയത്തില്ല. നിങ്ങളുടെ കഴിവോ കഴിവുകേടോ ദൈവപ്രവൃത്തിയെ തടയത്തില്ല. ഹല്ലേലൂയ. ശൂന്യമായ പടകുമായി പത്രോസ് നിൽക്കുമ്പോൾ കർത്താവ് പറയണം, മോനെ, നിനക്ക് കഴിവുണ്ട്, ഹല്ലേലൂയ, പക്ഷേ നീ കഴിവ് കെട്ടവനെ പോലെ വല കഴുകുകയാണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സറിയാത്ത ഒരു നിറവ് നിന്റെ പടകിനകത്ത് ഞാൻ മൂലം സംഭവിക്കും. തിരിച്ചറിയുക. ആമേൻ പറയാത്തവർ പോലെ ഇപ്പോൾ ആമേൻ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ പ്രവചിക്കുകയാണ്, നിന്റെ പടകിനെ നിറയ്ക്കാൻ അറിയാവുന്ന ഒരുവൻ നിന്റെ അകത്തുണ്ട്. നിന്റെ വല കൊണ്ട് കഴിയാത്തത്, നിന്റെ കഴിവുകൊണ്ട് കഴിയാത്തത് യേശുവിന്റെ വാക്കിന്റെ അധികാരത്താൽ സംഭവിക്കപ്പെടാൻ ഭയങ്കര അതോറിറ്റി വെളിപ്പെടുന്നത് എൻ്റെ ഉള്ളം പറയും. ഭയങ്കര അതോറിറ്റി അത് സ്വീകരിച്ചുകൊണ്ട് പൊക്കോണ്. ഹല്ലേലൂയ. നിന്റെ മനസ്സിന്ന് പല സ്ഥലങ്ങളിൽ ഉറക്കട്ടെ. ഹല്ലേലൂയ. സാഹചര്യങ്ങളോട് സംസാരിക്കാൻ
നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ചെങ്കടൽ വന്നു നിൽക്കുമ്പോൾ മോശ കരഞ്ഞെന്നുള്ളത് നേരാണ്. ഒരു വലിയ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ചെങ്കടലിന്റെ മുമ്പിൽ മോശ നിൽക്കുന്നത്. ഓ കമോൺ. ഒന്നെങ്കിൽ ഇവര് വഴിമാറിപ്പോകണം, അല്ലെങ്കിൽ ചെങ്കടലിന്റെ മീതെ ഒരു ബ്രിഡ്ജ് വരണം. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ബ്രിഡ്ജ് പണിയുക എന്നുള്ളതല്ല, തിരിച്ചു പോകുക എന്നുള്ളതല്ല, ചെങ്കടലിനെ കീറുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ചെങ്കടലിന് മുമ്പിൽ ബ്രിഡ്ജ് പണിതിട്ട് പുറകെ അവിടെ ഒരു വഴി പണിയുക എന്നുള്ളതല്ല, ഈ വഴി ദൈവത്തിന്റെ വഴിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് റൂട്ട് വെട്ടുന്നത് മേലിൽ നിൽക്കുന്ന മേഘമാണ്. ഹല്ലേലൂയ. ആ മേഘത്തിന് മാത്രം അതുവഴി പോകാം. കർത്താവ് പറയാണ്, ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ ജനവും വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ മുണ്ടക്കയത്തിന്റെ നെടുകയും കുറുകയും ദൈവത്തിന്റെ ഒരു വഴി വെട്ടപ്പെടട്ടെ. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി ഒരു വഴി വെട്ടപ്പെടട്ടെ. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ അങ്ങനെ ഒരു വഴി വെട്ടിയാൽ അടുത്ത ആഴ്ച ഈ സഭ നിറഞ്ഞിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യങ്ങളോട് സംസാരിക്കാതെ ക്രിസ്തുവിൽ സംസാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് സംസാരിക്കത്തില്ല. ചെങ്കടലേ നീ മാറുക എന്ന് പറഞ്ഞാൽ നീ മാറിയില്ലേ ഞാൻ മാറിപ്പോകുമെന്നുള്ള വാക്കല്ല, മാറ്റാൻ ദൈവം റെഡിയാ. ഇത് പ്രൂവ് ചെയ്താണ് ഈ മനുഷ്യനെ അവിടെ കൊണ്ട് നിർത്തിയത്. നീ കരഞ്ഞിട്ട് കാര്യമില്ല, നീ മൗനമായിട്ട് കാര്യമില്ല, ഞാൻ പ്രവർത്തിക്കുമെന്ന് ഓർത്ത് നീ നിന്നിട്ട് കാര്യമില്ല. നിന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നത്. മോശയോട് പറഞ്ഞ അതേ ദൂത് ഇന്ന് രാവിലെ പുതിയമേവ സഭയോട് പൗലോസ് പറഞ്ഞിരുന്നു. അതേ ദൂത് ഞാൻ മിറക്കിൾ ഹാർവസ്റ്റ് ചർച്ചിനകത്ത് ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. നീ പ്രവർത്തിച്ചാൽ ദൈവം നിന്റെ പ്രവൃത്തിയെ സൈൻ ചെയ്യും. അല്പം കൂടെ നന്നായിട്ട് ഈ വിഷയത്തെ നോക്കാം. നിങ്ങൾ നോക്ക്, മലയാളത്തിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ. നമ്മൾ ആരംഭിച്ചു എന്നൊരു തോന്നൽ വരും, പക്ഷേ സകല പ്രവൃത്തിയുടെ ആരംഭകൻ ദൈവമാണ്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടൈറ്റില് നിങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരംഭിച്ചത് കൊണ്ടാണ് എന്നുള്ള തോന്നൽ കൊണ്ടാണ് എവിടെയോ നിന്നു പോകുന്നത്. നിങ്ങളാണ് ഇതിൻ്റെ മുഴു പ്ലാനും അവതരിപ്പിച്ചത്. നിങ്ങളുടെ പ്ലാനിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എവിടെയൊക്കെയോ ഇത് പരിമിതപ്പെടുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഞാനാണ് പറയുന്നത്, ഞാനാണ് ആരംഭിക്കുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ചിലതിനെ തുടങ്ങാൻ പോവാ. ചില വിഷയങ്ങൾക്കകത്ത് പരിമിതപ്പെട്ട് നിൽക്കുന്നവരോട് ഈ ദൈവവചനത്തിന്റെ ആധികാരികത, ഈ പരിമിതികൾക്കകത്ത് ഒതുങ്ങാനുള്ള മനസ്സ് കാണിക്കരുത്. ഹല്ലേലൂയ. ഈ പരിമിതികൾക്ക് ഒതുങ്ങാത്തൊരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് വലിയ പ്രോജക്റ്റുകളെ നിങ്ങളുടെ നൽകി തരും. ഞാൻ ചിലത് മേളിൽ നിന്നും പിടിക്കുന്നുണ്ട്, ചിലത് ബുക്കിൽ നിന്നും പിടിക്കുന്നുണ്ട്. ആ ബുക്കേത് ഞാൻ നോക്കിയപ്പോഴാണ് കർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മേളിൽ നിന്ന് ചിലത് വരട്ടെ, പ്രോജക്റ്റുകൾ വരട്ടെ. ഹല്ലേലൂയ. ഞാൻ രാവിലെ ഇങ്ങോട്ട് യാത്ര ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓൺലൈനിലൂടെ വന്നവരെല്ലാം ഒരുമിച്ച് നമുക്കിവിടെ കൂട്ടാം. ഞാൻ മെസ്സേജ് ഇട്ടപ്പം പലർക്കും, ഞാനിവരെ എല്ലാവരും എങ്ങനെ ഒരുമിച്ച് കൂട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഇന്നലെ റിങ്കുവിനോട് ചോദിച്ചു, നമുക്ക് അവർക്ക് ലൈവായിട്ട് അവർക്ക് കൊടുക്കാൻ എങ്ങനെയാലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതതിൻ്റെ മുഴുവൻ സക്സസ്സിലേക്ക് വന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ എൻ്റെ അകത്തേക്ക് വരുന്നു, നമുക്കൊരു ഇടയിൽ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഇവിടെ വെച്ചാൽ പകുതി പേര് ഇവിടെ വരാൻ ആഗ്രഹമുള്ളവരുണ്ട്. കേരളത്തിൽ എവിടെയാണേലും വരും. ഞാൻ അവരോടും പറയാണ് ഇന്ന് പകല് നിങ്ങൾക്കായിട്ടൊരു മീറ്റിംഗ് ഇതിനകത്ത് ഞങ്ങൾ ക്രമീകരിക്കാം. ഹല്ലേലൂയ. പ്രാർത്ഥനയോട് ഒരുമിച്ച് കൂടുന്നുണ്ടെങ്കിൽ ഇതങ്ങ് വിശാലമാകട്ടെ. ഹല്ലേലൂയ. അപ്പം ഈ പ്ലാനുകൾ ദൈവമാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ സൂം മീറ്റിംഗ് നിർത്തിയതാണ്, പക്ഷേ മലയാളം മീറ്റിംഗുകൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുക ഇവർക്ക് വേണ്ടി.
നിങ്ങൾക്കല്ലേ പലർക്കും പ്രാർത്ഥന വേണ്ടത്. പ്രാർത്ഥന വേണ്ടവർ പുറത്തുനിന്ന് വരുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചിലരെ പിടിക്കാൻ പോവുക. ഞാൻ പറയും, പ്ലാനുകൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തരാൻ പോവുക അല്ലേ. ഈ ഞാനൊരു ഭാഗം പറഞ്ഞ് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം ഒരിക്കൽ ഇറങ്ങി വരുമ്പോ മനുഷ്യന്റെ പണി നടക്കുക. എങ്ങനെയാ പണി? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം. ആരാ പണിയുന്നത്? ഇത് ദൈവത്തിന്റെ പണിക്ക് നേരെ എതിര്, ദൈവത്തിന്റെ പ്ലാനിന് നേരെ വിരോധമാണ്. അവരുടെ ചിന്ത എന്നാണെന്നറിയാമോ? ഇനി ഒരു ജലപ്രളയമുണ്ടായാൽ, ഇനി ഒരു ജലപ്രളയമുണ്ടായാൽ രക്ഷപ്പെടണം അല്ലേ? ഇങ്ങനല്ലേ ഈ ഭൂമി നശിച്ചു പോയ ചന്ദ്രനിൽ പോയി വീട് വെക്കണം എന്ന് പറഞ്ഞല്ല എല്ലാവരും ഇരിക്കുന്നത് ആണ്. അല്ലെ ചൊവ്വായിൽ പോയി സ്ഥലം മേടി, ഇപ്പൊ തന്നെ സ്ഥലം മേടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവിടെയുള്ള ഭയങ്കര സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന കോടീശ്വരന്മാർ ചെയ്തു വെച്ചേക്കുന്ന സംഭവങ്ങളൊക്കെ. ഞാൻ അതിനെക്കാളും ഞാൻ കേട്ടത് ശരിയാണെന്നൊന്നും അറിയത്തില്ല. ചത്ത് പോയാലും കുഴപ്പമില്ല, ബ്രെയിൻ ഒന്നുകൂടെ ജീവിപ്പിക്കാൻ പറ്റുന്ന എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളുടെ അകത്തൂടെ പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇതിനു മുമ്പ് ഒരു പണി ചെയ്തിട്ടുണ്ട്. നിന്നെ മണ്ണിന് മണ്ണും പൂഴിക്ക് പൂഴിയായി പോയാലും അവിടെ നിന്ന് ഉള്ളതുപോലെ വിളിച്ചിട്ട് വരാൻ പറ്റുന്ന ഒരു ആത്മാവിനെ പണ്ടേ നമ്മുടെ അകത്താക്കിയിട്ടുണ്ട്. ഇതിനെയൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ പരിപാടിയുടെ ഒരു ആവശ്യമില്ല, ഒരു കാശുവിൻ്റെ മുടക്കവും ഇല്ല. വിശ്വസിച്ചാൽ മതി, സംഭവിച്ചോളൂ. ഞാനിങ്ങനെ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു നോക്കുന്നുണ്ട്, നമ്മുടെ ശരീരം മണ്ണായിപ്പോയി, മണ്ണിൽ നിന്ന് ഇതിനെ പുഴുവിന്റെ വിസർജ്യമായിട്ട് പോയെന്ന് പറഞ്ഞാൽ പോലും, അല്ലേ, നമ്മുടെ ശരീരം പോയെന്ന് പറഞ്ഞാൽ പോലും ആ കാഹളനാദത്തിങ്കൽ ഇതവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. അതല്ല, അതിനേക്കാൾ ഇച്ചിരിയുടെ ഒരു കട്ടിയുള്ള സ്ഥലം, ആ ആത്മാവ് ഇപ്പോഴും നമ്മുടെ അകത്തിരിപ്പുണ്ട്. അങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന, അല്ലേ? അന്ന് ജീവനോടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒന്ന് ചാടിയാൽ ഒരടി പോലും പൊങ്ങാൻ പറ്റാത്ത രീതിയിൽ ശരീരം ബലഹീനമായവർ ഒറ്റ കുതിപ്പിൽ അങ്ങ് അറ്റത്തോളം, ആമേൻ, ചിന്തകൾ പോകുന്നതിനേക്കാളും അപ്പുറത്തേക്ക് പറപ്പിച്ച് കയറ്റുന്ന ഒരു ആത്മാവ് ഇപ്പോഴേ നമ്മുടെ അകത്തുണ്ട്. ആ ആത്മാവാണ് പറഞ്ഞത്, ആ ആത്മാവിന്റെ ശക്തിയിലാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ശരീരത്തോടെയാണോ അല്ലാതെയാണോ എന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ അവിടം വരെ കീറി ചെന്നു. അടികൊണ്ട് ശരീരം തളർന്ന് പത്മോസിന്റെ ഏകാന്തതയിൽ മരണം എന്ന് ചിന്തിച്ചു തുടങ്ങിയ ഒരു മനുഷ്യൻ തൻ്റെ കൈകാലുകൾ വിറച്ചു തുടങ്ങിയ നിമിഷത്തിൽ താൻ മനസ്സിലാക്കി, ഇത് ബലഹീനതയുടെ ക്ഷീണമല്ല, മറിച്ച് കർത്തൃദിവസത്തിൽ എൻ്റെ ആത്മാവ് എന്നെ അനുഭവങ്ങൾക്കകത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. അന്ന് ആ മനുഷ്യൻ ഭൂമിയിൽ ആരും കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കണ്ടു തുടങ്ങി. യെസ്, ഇന്നും അന്നും ഭേദവ്യത്യാസങ്ങളില്ലാതെ ആത്മാവിൻ്റെ പ്രവൃത്തി അനുവദിക്കുന്നവൻ്റെ ലൈഫിനകത്തുണ്ട്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞൊരു ആശയം ഇവിടെ പറഞ്ഞു നിർത്തുകയാണ്. സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങൾ ഇല്ലിരിക്കുന്ന കർത്താവ് പറഞ്ഞ വചനത്തിലും പറഞ്ഞു തുടങ്ങിയാൽ ഈ ആഴ്ച തന്നെ, ഈ ദിവസങ്ങൾ തന്നെ റിസൾട്ട് വീട്ടിൽ കയറി വരും. ആമേൻ. കമോൺ. എത്ര പേര് ഒരു പ്രസംഗം പോലെ പ്രസംഗിച്ചിട്ടേച്ച് പോകരുത്, കേട്ടേച്ച് പോകരുത്, ഇന്ന് രാവിലെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്? ഒരു വാക്യം വായിച്ചാൽ ആമേൻ പറയാൻ മാത്രമല്ല, ആ വാക്യത്തിനകത്തുനിന്ന് ദൈവം സംസാരിക്കാൻ ഒരു നിമിഷം വിട്ടുകൊടുക്കണം. കേൾക്കുന്നില്ലേ? ഒന്നുകൂടെ വായിക്കുമ്പോഴേ കർത്താവ് വചനത്തിലൂടെ സംസാരിക്കും. ഒട്ടും മടി കാണിക്കണ്ട. ആ വചനം ഒരു പ്രവചനമാക്കി നിന്റെ അന്തരീക്ഷങ്ങളോട് പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നത്തിലായി കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, പ്രശ്നത്തിലായി നിൽക്കുന്ന ആ മകനോട് തിരിച്ചു വാദിക്കാതെ അവനെ നോക്കി യേശുവിന്റെ നാമത്തിൽ ചിലത് പറ. അതുകൊണ്ടാണ് യെഹെസ്കേലിനോട് പറഞ്ഞേ, പ്രവചിക്കാൻ പറ്റുമോ? അല്ലേ, മനസ്സുണ്ടോ പ്രവചിക്കാൻ? ഇതന്നെയല്ലേ യേശു ആ പക്ഷപാതക്കാരനായ രോഗിയോട് ചോദിച്ചേ, സൗഖ്യമാകാൻ നിനക്ക്? ഐ ആം റെഡി, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. നിന്റെ അകത്തെ കാലപ്പഴക്കത്തിന്റെ പിശാച് അത് മാറുന്നുണ്ടോ?
ആരും സഹായിക്കാൻ ആളില്ല എന്നുള്ള നിന്റെ അല്ലലില്ലായ്മ മാറുന്നുണ്ടോ? ഇന്ന് പകലും നിന്നെ സഹായിക്കാൻ ഞാൻ ഇറങ്ങി വന്ന് നിൽക്കുകയാണ്. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുകയാണ്. കാലപ്പഴക്കത്തിൻ്റെ ആ ഭൂതത്തെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, എന്നിട്ട് യേശുവിനെ സ്വീകരിക്കുക. അവൻ നിന്റെ വീടിനകത്ത് സന്തോഷവും സമാധാനം അയക്കാൻ പോവുക. ഓൺലൈനിലൂടെ എന്നെ കാണുന്ന ആരോടോ പറയും, നിന്റെ വീടിനെ പിശാചിൻ്റെ കുപ്പക്കുന്നാക്കാതെ യേശുവിൻ്റെ സ്വർഗമാക്കി മാറ്റ്. ആ വാക്കും വാചകവും വ്യക്തിയും നിന്റെ വീടിനകത്ത് ഇന്ന് രാവിലെ വരട്ടെ. ഇത് നിനക്ക് സന്തോഷമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാൻ അതിനകത്ത് ഉറയ്ക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അറിയത്തില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഉറപ്പായും അത് തികയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഒരാമേൻ പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഉറപ്പായും? ഇത് വിശ്വാസത്തിന്റെ ഭയങ്കര ഡെഫിനിഷനാണ്. ഒരു വ്യക്തിയെ അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഒന്നുകൂടി പൗലോസിന്റെ മറ്റൊരു വാക്യം എഴുത്ത് ഞാൻ പറയാം. അവൻ എൻ്റെ ഉപനിധി. ഹല്ലേലൂയ. അന്ത്യത്തോളം കാപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉപനിധി എന്ന് പറഞ്ഞാൽ ഉപ എന്ന് പറഞ്ഞ സമീപത, നിധി എന്ന് പറഞ്ഞ സമ്പത്താണ്. രണ്ടുകൂടെ ചേർത്ത് പറഞ്ഞാൽ അങ്ങനെയാണോ വാക്കിന്റെ അർത്ഥം എന്ന് എനിക്കറിയത്തില്ല. അടുത്തുള്ള സമ്പത്ത് എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ രണ്ട് വാക്യോടെ ചേർത്ത്, രണ്ട് ആശയോടെ ചേർത്ത് പറയാം. നിന്റെ അടുത്ത് നിൽക്കുന്ന സാഹചര്യം മോശമാണെങ്കിലും നിന്റെ ഉപനിധി, അടുത്ത് നിൽക്കുന്ന സമ്പത്ത് യേശു ആയതുകൊണ്ട് ഈ സാഹചര്യങ്ങളല്ല നിന്റെ ലൈഫിനകത്ത് അനുവാദം, സാഹചര്യങ്ങളെ അനുവദിച്ച് നൽകുന്നത് യേശുവാണ്. ഈ ബൈബിളിനകത്തൂടെ കാണുന്ന ഏറ്റവും വെളിപ്പെട്ടൊരു സത്യം, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ ചിലർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ രാജ്യങ്ങൾ അവരുടെ മുമ്പിൽ നിന്ന് മാറാൻ തുടങ്ങി, സാമ്രാജ്യങ്ങൾ കീഴടങ്ങാൻ തുടങ്ങി, തീ അവരുടെ ബലം കെടുത്താൻ തുടങ്ങി, സിംഹങ്ങൾ അവരുടെ വായടയ്ക്കാൻ തുടങ്ങി, പത്മോസ് അവരുടെ മുമ്പിൽ കീഴടങ്ങാൻ തുടങ്ങി, ജയിലുകൾ അവരുടെ മുമ്പിൽ തകരാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി സംഭവിക്കാനേ. പറഞ്ഞ ഒരാലോചന എൻ്റെ അകത്തോട്ട് കയറി വരുന്നു. ഹല്ലേലൂയ. ഫിലിപ്പിയിലെ മണ്ണ്, ഹല്ലേലൂയ, ഈ ഭൂകമ്പങ്ങൾ നൽകാൻ, ഭൂകമ്പം ഉണ്ടാകാനുള്ള സാഹചര്യമുള്ള സ്ഥലമല്ല. ആണോ? ഏത് വാക്യാന്ന് വിട്ടുപോയി. പത്രോസും ഇരുന്ന കാരാഗ്രഹം, അത് ആ സ്ഥലം ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള, ഞാൻ വിഷയം ഭൗമികമായി പഠിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞ ആശയമാണ്, ഞാൻ അങ്ങനെ തന്നെ പറയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. പെട്ടെന്ന് ഭൂകമ്പം ഉണ്ടാകുമോ? അതുകൊണ്ടല്ല ഈ 100 വർഷം കഴിഞ്ഞിട്ട് ഈ സാധനമൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഏതാ ഡാമൊക്കെ അങ്ങനെ നിൽക്കുന്നത്? ഡാമൊക്കെ ഒരു സ്ഥലത്ത് പണിയണമെങ്കിൽ ഒരു 100 വർഷത്തേക്ക് ഭൂകമ്പം ഉണ്ടാകാൻ ഒരു ചാൻസ് ഇല്ലെന്ന് സർട്ടിഫൈ ചെയ്യണം, അല്ലേ? പക്ഷെ അങ്ങനെ സാഹചര്യം ഇല്ലാത്തടത്ത് ഭൂകമ്പം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. എന്ന് മനസ്സിലാകുന്നില്ല. ആ രാത്രിയിൽ അവർ പാടി സ്തുതിച്ചു. കൈകാലുകൾ അനക്കാൻ വയ്യാത്ത കൈകാലുകളുടെ പൂട്ട് ആമത്തിൽ പൂട്ടിയിട്ടിട്ടും പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അഭിഷിക്തന്മാരുടെ നാവിലൂടെ പൊങ്ങിയ സ്തുതി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ഒരു ഭൂകമ്പത്തെ കൊണ്ടുവന്നു. ഓ ഹല്ലേലൂയ, ആമേൻ. അപ്പൊ ഈ സാഹചര്യങ്ങളുടെ സപ്പോർട്ടൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഒന്ന് പറഞ്ഞേ രൂപം പറ. സാഹചര്യങ്ങളുടെ സപ്പോർട്ട് ദൈവത്തിന് ആവശ്യമില്ല. ഒന്ന് പറ, എൻ്റെ ലൈഫിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളുടെ സപ്പോർട്ട് ആവശ്യമില്ല. കമോൺ പറ. ഓൺലൈനിലൂടെ ആരൊക്കെയാലും ഇത് കഴിഞ്ഞ് കേൾക്കുന്നവർ ഈ വാക്ക് എടുത്തു പറയുക, സാഹചര്യങ്ങളുടെ സപ്പോർട്ട് എൻ്റെ ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. ചവിട്ടിയാൽ താന്നു പോകുന്ന വെള്ളത്തിന്റെ മുമ്പിൽ എൻ്റെ യേശു വിളിച്ചാൽ ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കും. ഓ ആമേൻ. യേശു പറയുന്നു, പത്രോസേ നീ ഇറങ്ങിപ്പോര്, ഞാൻ നിൽക്കുന്ന പോലെ തന്നെ നിന്നെ നിർത്തിത്തരാം. ഇത് വേടാണ്, വചനമാണ്. ഇന്ന് പകലെന്ന് പറയുന്നു, സപ്പോർട്ടുകൾ ആവശ്യമില്ലാത്ത ഒരു കർത്താവുണ്ട്. സാഹചര്യങ്ങൾ അവൻ നിനക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും.
ഇന്ന് പകല് ഏതൊക്കെയോ സൂപ്പർ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിനെ ഞാൻ ആത്മാവിൽ ഈ അന്തരീക്ഷത്തിനകത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. ഇതൊരു മോട്ടിവേഷൻ മെസ്സേജ് അല്ല, വേർഡ് ഓഫ് ഗോഡിൻ്റെ അതോറിറ്റിയാണ്. ഞാനതിനെ ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. സാഹചര്യങ്ങളും സമ്മർദ്ദമായി ഒരു മനുഷ്യൻ ഹല്ലേലൂയ സംസാരിക്കാൻ പാടില്ല. ഇവിടെ പറയുന്നത് വിശ്വസിക്കുന്നവൻ എന്നാണ്. വിശ്വസിക്കുന്നവൻ സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് സംസാരിക്കരുത്. നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ രോഗം ഇല്ല എന്ന് പറയണം. നിന്റെ വീട്ടിൽ കടമാണെങ്കിൽ കട ഇല്ല എന്ന് നീ പറയണം. ഇല്ലാതിരിക്കെ ഉണ്ടെന്ന് പറയുന്നവന്റെ വീടിനകത്ത് ഉണ്ടാകും. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ശരീരത്തിൽ രോഗമാണെന്ന് 100 വട്ടം പറഞ്ഞാൽ ഹല്ലേലൂയ മനസ്സത് അംഗീകരിച്ചു. ഇനി രോഗമില്ലേ പോലും, രോഗനിർണയം നടത്തിയില്ലേ പോലും ആ ക്ഷീണം കാണും, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകരം ഞാൻ പറയുന്നത് നിന്റെ ശരീരത്തിനകത്ത് സകല കെമിസ്ട്രിയും വചനത്താൽ മാറാൻ പോവുക. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലായിരിക്കും. ഈ സന്തോഷം ഉണ്ടാകണമെങ്കിൽ ഒരു ഹോർമോൺ ജനിക്കണം. ആമേൻ. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചോണ്ടിരിക്കുക. ചെറുകുടലിനകത്ത് ഒരു സ്രവം ഉണ്ടാകുന്നതനുസരിച്ച് ആ ഭിത്തിയിൽ അടിക്കുമ്പം നിന്റെ അകത്ത് സന്തോഷിക്കാനുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആമേൻ. ഇത് ദൈവവചനത്താൽ ഉളവാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഇത് ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം വീടിനകത്തുണ്ടാകുമ്പോൾ അത് കേട്ടിട്ട് അത് കണ്ടിട്ട് അതിനോട് പൊരുത്തപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. സയൻസ് അത് 100% ശരിയാണെന്ന രീതി പറയത്തക്ക രീതിയിലുള്ള സാഹചര്യം നിങ്ങളുടെ മുമ്പ് വെളിപ്പെടുത്തി തരും. ഈ സിംറ്റംസുകൾ, ഈ രോഗനിർണയത്തിനകത്ത് തലവേദന, പല്ലുവേദന, ചെവി വേദന, കാഴ്ചക്കുറവ് ഒക്കെ കാണുമ്പോൾ എന്തോ ഒക്കെ ആയിപ്പോയെന്നാണ്. നോ, ഇന്ന് പകൽ വചനം പറയുന്നതാണ് നിന്നിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വചനവാക്കുകൾ പ്രവചനമായി മാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാനൊരു ദൂത് നിങ്ങൾക്ക് നൽകുകയാണ്. ഈ വചനം വിശ്വസിച്ച് അതിനെ ഗുളികയാക്കാൻ എത്ര പേർക്ക് പറ്റും? ഹല്ലേലൂയ. ഓരോ ദിവസവും വാക്യം വിളിച്ചു പറയുമ്പോൾ നിന്റെ അന്തരീക്ഷം ഓടും, നിന്റെ അന്തരീക്ഷം വഴിമാറും, നിന്റെ സാഹചര്യം വഴിമാറും. ഹല്ലേലൂയ. അതല്ലേ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പ്രവാചകനോട് പോയി പറയുമ്പോൾ അവിടെ പറയുന്ന വാക്ക്, നിന്റെ അയലോക്കത്ത് എന്നിട്ട് ആവശ്യത്തോളം പാത്രങ്ങൾ വായ്പ മേടിച്ചുകൊണ്ട് വന്നോ. അതെ, ഒഴിഞ്ഞ പാത്രങ്ങൾ മേടിച്ചു. ഹല്ലേലൂയ. നീ നിശ്ചയിക്കുന്ന പരിധി ഹല്ലേലൂയ, അത് എത്രത്തോളം എടുത്താലും അത്രത്തോളം ഒരു നിറവ് നിന്റെ വീട്ടിനകത്ത് നൽകാൻ പോവുക. ദൈവം തുറക്കട്ടെ ചിലതിനെ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിച്ച ആശയത്തിലല്ല ഇത് വന്നത്, പക്ഷെ ഞാൻ അത് പറഞ്ഞു നിർത്തട്ടെ. ഒരുവൻ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചാൽ അത് അവൻ്റെ ഉള്ളിൽ ആരംഭിച്ച ദൈവമാണ്. പൗലോസ് അത് ഉറക്കുകയാണ്. അത് അതിൻ്റെ നിറവിൽ തന്നെ നിറവേറേണ്ടതിന് അദ്ദേഹം അവിടെ പറയണേ, ഞാൻ അതിൽ ഉറയ്ക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയാണ്, ഞാൻ ഈ കാരാഗൃഹത്തിൽ ഒരു ബന്ധനം സംഭവിക്കുന്നവനെ പോലെ കടന്നാലും ഈ പ്രവൃത്തി അസാധുവല്ല. ഞാൻ തുടങ്ങിയ പ്രവൃത്തി ദൈവം അത് തികയ്ക്കുക തന്നെ ചെയ്യും. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ. എന്നെക്കുറിച്ചൊരു പ്രവചനം പറഞ്ഞാൽ അതിൻ്റെ ആസ്തി, അതിൻ്റെ മുഴുവൻ നിലനിൽപ്പ് ഞാൻ ഈ ഭൂമിയിൽ ഉള്ളത് വരെയാണ്. പക്ഷെ കർത്താവ് പറയാണ്, സൽമോനുള്ളത് വരെയല്ല. നിന്നിലൊരു പ്രവൃത്തി ആരംഭിച്ചാൽ ആളുള്ളത് പോലല്ല, കർത്താവിൻ്റെ നാളോളം. ആ പരിധി, ആ കാലക്കണക്കിൻ്റെ പരിധി ആ കർത്താവിൻ്റെ നാളോളമാണ്. അപ്പം അതിനോടുള്ള ബന്ധത്തിൽ കാര്യം മനസ്സിലായെങ്കിൽ മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ആയുസല്ല നിന്റെ ദർശനത്തിൻ്റെ വലിപ്പത്തെ നിശ്ചയിക്കുന്നത്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ വയസ്സല്ല. ഹല്ലേലൂയ. മോശ ഇട്ടുവെച്ച
ഏറെയായാൽ 80 എന്ന് പറയുന്ന വയസ്സും അല്ല. ആ കാലക്കണക്കിനെ നിശ്ചയിക്കുന്നത് ദൈവമാണ്. നിങ്ങൾക്ക് പിടിക്കാൻ വരുന്ന രീതിയിൽ ഒരു സംഭവം പറയാം. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് നിങ്ങളുടെ വയസ്സിനെ ദൈവം വലിച്ചങ്ങ് നീട്ടട്ടെ. വെറുതെ കിട്ടിയ പോരല്ലോ, അതിനുള്ള ആരോഗ്യത്തോടെ ദൈവം തരട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ നാളോളം അതതിൻ്റെ പ്രവൃത്തിയെ തികയ്ക്കും. കണ്ണുകൾ അടച്ച ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റിരുന്നാട്ടെ. ഈ പ്രാർത്ഥനയുടെ ആദ്യ വാക്കുകളുടെ ആദ്യ ആശയം ഞാൻ തുറന്നു. സാഹചര്യങ്ങളോട് സമ്മർദ്ദപ്പെട്ട് സംസാരിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ പ്രവൃത്തി ആരംഭിച്ചവനിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അവൻ നിങ്ങളുടെ വിഷയങ്ങളെ നിവർത്തിക്കാൻ വിശ്വസ്തനാണ്. നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ ഈ ചിന്തയെ സ്വീകരിക്കുന്നു. സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഞങ്ങളുടെ ശൂന്യതകളെ മാത്രം സംസാരിക്കുന്നവരായി തീരാതെ വണ്ണം കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളെ എടുത്തു പറയാൻ, ഞങ്ങളുടെ പട്ടണങ്ങളിൽ കർത്താവ് ചെയ്യുന്ന മിറക്കിളുകളെ സംസാരിപ്പാൻ, ഞങ്ങളുടെ മനസ്സിനും നാവിനും ചിന്തകൾക്കും ആരോഗ്യം നൽകുന്നതിനായി സ്തോത്രം. കർത്താവേ, സംസാരിക്കുന്നത് പോലെ ഏത് രീതിയിലാണോ ആത്മാവ് ഇടപെടുന്നത് അതുപോലെ സംസാരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിന് അങ്ങ് പ്രാപ്തി നൽകുന്നതിനായി സ്തോത്രം. കർത്താവെ, പറഞ്ഞു തുടങ്ങിയ ആശയങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം തുടങ്ങിയത് അത് പൂർത്തീകരിക്കപ്പെടും. മനുഷ്യൻ തുടങ്ങിയത് അത് പകുതിക്ക് വെച്ച് നിർത്തപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ സഭ, ഈ ദേശത്തിലെ പ്രവർത്തനം ദൈവമാണ് തുടങ്ങിയത്, മനുഷ്യനല്ല. ദൈവം തുടങ്ങിയത് പറഞ്ഞാൽ മനുഷ്യൻ്റെ പദ്ധതിയല്ല അവിടെ നിറവേറേണ്ടത്. ആ ദൈവ പദ്ധതിയെ തികയ്ക്കാൻ ദൈവം പുതിയ നാമ്പുകളെ മുളപ്പിക്കുന്നതിനായി സ്തോത്രം.